ഹലോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പവിത്രം സീരിയൽ പ്രൊമോ വീഡിയോയിലോട്ട് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു നിർത്തിയ രംഗം അറിയാമല്ലേ? നമ്മുടെ വേദ നമ്മുടെ ശ്രീജയും കൂടെ സംസാരിക്കുകയാണ്. അച്ഛൻ, അതായത് നമ്മുടെ മാഷ് അനുഭവിക്കുന്ന വിഷമം എത്രത്തോളമാണെന്നും അദ്ദേഹം എന്തെങ്കിലും ചെയ്യുമോ എന്നൊക്കെ, എന്തെങ്കിലും പറ്റുമോ എന്നുള്ളൊരു പേടിയാണ് ശ്രീജയ്ക്കും നമ്മുടെ വേദയ്ക്കും. അങ്ങനെ വേദ അതൊക്കെ കേട്ടിട്ട് വേദ നമ്മുടെ വക്കീലിനെ വിളിക്കുകയും അതിനുശേഷം വക്കീൽ പോയി വേദയുടെ അച്ഛൻ, വേദ പറഞ്ഞതനുസരിച്ച് അച്ഛൻ വിചാരിച്ചാൽ ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അച്ഛനുമായിട്ട് സംസാരിക്കുന്ന ഫോണിൽ കൂടെ അതൊന്ന് സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞ് വെക്കുന്ന രംഗമാണ്. അതായത് അല്ലാണ്ട് വേറൊരു വകുപ്പുമില്ല. കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ശങ്കരം ജഡ്ജിനെ കൊണ്ട് മാത്രമേ ഇതിനൊരു തീരുമാനം എടുക്കാൻ പറ്റൂ എന്നുള്ളത് നന്നായിട്ട് വേദയ്ക്ക് അറിയാം. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കയ്യിൽ ക്യാഷ് വേണം. അപ്പോൾ അതെന്തായാലും ഇല്ല. പിന്നെ വിക്രമാണെങ്കിൽ നല്ല രീതിയിലുള്ള കാര്യങ്ങളൊന്നും അല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൾക്കെല്ലാം കൂടെ ഓർത്തിട്ട് ആകെ ഒരു ടെൻഷനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നൊരു സീനാണ് കാണുന്നത് അല്ലേ? അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ബെൽ ബട്ടൺ ഓൾ എടുക്കുക കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ കാണിക്കുന്ന രംഗം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിക്രമും അവരുടെ കൂട്ടുകാരെല്ലാവരും വർക്ക്ഷോപ്പിൽ ഇരിക്കുന്ന രംഗമാണ്. അപ്പോൾ അവരുടെ കൂട്ടുകാരൊക്കെ പറയുന്നുണ്ട്, വിക്രം ഇനി എന്താണ് നമ്മുടെ കറണ്ടിൻ്റെ കാര്യം എന്തായാലും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റി, അപ്പോൾ ഇനി എന്താണ് നമ്മുടെ വീടിൻ്റെ കാര്യത്തിനായി നമ്മൾ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. അപ്പോൾ കൂട്ടുകാർ പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട്, നമുക്ക് വീട് കയറി ആക്രമിച്ചാലോ എന്നൊക്കെ. അപ്പോൾ ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങൾ പറയണം. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് ആ ഒരു നമുക്ക്, അതായത് ഒരു MLA വീടല്ലേ, നമ്മൾ അങ്ങനെ എടുത്തുകാടി മണ്ടത്തരങ്ങളൊന്നും കാണിക്കരുതെന്നും മറ്റുമൊക്കെ വിക്രമും സുഹൃത്തുക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. ഇനി ഇതിനെന്താണ് വേറൊരു സൊല്യൂഷൻ? അല്ലെങ്കിൽ നമുക്ക് ഈ വാസവനെ പോയി പിടിച്ചുകൊണ്ട് വന്ന് വെച്ചിട്ട് ഒളിവിൽ വെച്ചാലോ? അതൊന്നും ശരിയല്ല, അതൊന്നും ശരിയായ കാര്യമല്ല, അതിലൊന്നും നമുക്ക് കാര്യമില്ല. പക്ഷെ വിക്രം പറയുന്നുണ്ട്, നമുക്ക് വേറൊരു കാര്യം, ഈ വാസവന് ഒരു പേടി നമ്മളിൽ വേണം എന്നുള്ള കാര്യം വിക്രം പറയുന്നുണ്ട്. അതിനിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ അതിലൊരു കൂട്ടുകാരൻ പറയും, നമുക്കൊരു കാര്യം ചെയ്യാം, അയാളുടെ വീട്ടിൽ പോയി സമരം ചെയ്താലോ? പിന്നെ അപ്പോൾ മറ്റേ ആൾ പറയുന്നുണ്ട്, സമരത്തിലൊന്നും ഒരു കാര്യമില്ല, സെക്രട്ടറിയിൽ 100 രൂപ കൊടുത്ത് ഡെയിലി സമരം ചെയ്യുന്ന എത്രയോ പെണ്ണുങ്ങളും കുട്ടികളെയും കൊണ്ടിരിക്കുന്നുണ്ട്, അതൊന്നും ഒരു വലിയ കാര്യമില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ, ദിവസങ്ങളില്ല വിക്രം, എത്രയും പെട്ടെന്ന് ഈ വീടിൻ്റെ കാര്യത്തിനൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വിക്രം ആകെ തളർന്ന് എന്ത് ചെയ്യണമെന്നറിയാണ്ട് വിക്രമും ആലോചിച്ചിരിക്കുന്ന രംഗമാണ്. അപ്പോൾ ഒരു വണ്ടി കടന്നു വരികയാണ്, അതായത് നമ്മുടെ വാസവൻ്റെ 2 ഗുണ്ടകളാണ്. അപ്പം പെട്ടെന്ന് തന്നെ വിക്രം അവൻ്റെ കൂട്ടുകാരുടെ അടുത്ത് പറയുന്നുണ്ട്, ടൂൾസ് പോയി എടുത്തുകൊണ്ട് വരിക. അങ്ങനെ കാരണം വെച്ചാൽ അവരെ ആക്രമിക്കാൻ വന്നു എന്നുള്ള വാസവം പറഞ്ഞു വിട്ടിട്ട് എന്നുള്ള രീതിയിലാണ് വിക്രം വിചാരിച്ചത്. അപ്പോൾ അവർ രണ്ടുപേരും ഓടി ചെന്ന് ടൂൾസ് എടുത്തുകൊണ്ട് വരികയാണ്. അപ്പോൾ വരുമ്പോഴേക്ക് 2 പേര് ഇറങ്ങി വരികയാണ്. അവർ ടൂൾസൊന്നും എടുത്തില്ല. എന്നിട്ട് അവർ വന്നിട്ട് വിക്രമിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ ഒരിക്കലും നിന്നെ ആക്രമിക്കാൻ വേണ്ടി വന്നതല്ല, നീ വേണമെങ്കിൽ പരിശോധിച്ചോളാൻ പറ. അങ്ങനെ അവർ കൂട്ടുകാർ ചെന്ന് വിക്രം പറഞ്ഞിട്ട് ഈ വന്ന 2 ഗുണ്ടകളെ ഇങ്ങനെ പരിശോധിക്കുകയാണ്. അപ്പോൾ അവരിൽ ആയുധങ്ങളും അല്ലെങ്കിൽ ടൂൾസുകളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ള കാര്യം മനസ്സിലായി. പറയും, എന്താണ് അതിന് വന്ന കാര്യം? ഞങ്ങൾ വാസവൻ മുതലാളി പറഞ്ഞിട്ട് വന്നതാണ്, അദ്ദേഹത്തിന് നിന്നെ ഒന്ന് കാണണം. എന്നെയോ? എനിക്ക് പറ്റില്ല എന്ന് പറയാം. അതെന്താണ് അദ്ദേഹത്തിന് നിനക്ക് അദ്ദേഹത്തെ കാണാൻ പേടിയോ? പേടിയൊന്നുമില്ല എന്ന് പറയാം. അപ്പോൾ ഗുണ്ടകൾ പറയും, എന്നാൽ നീ അദ്ദേഹത്തിനെ കാണണം, അദ്ദേഹത്തിന് എന്തോ പറയാനാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശരി, ആയിക്കോട്ടെ വിക്രം, എവിടെയാണ് വരേണ്ടതെന്ന് സ്ഥലവും സമയവും പറഞ്ഞു തരാം, ഞാൻ വരുമെന്ന് പറയും. അപ്പോൾ നീ ഒറ്റയ്ക്ക് വരണമെന്ന് ആ ഗുണ്ടകൾ പറയും. ഒറ്റയ്ക്ക് ഞാൻ വരും എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകുന്ന രംഗമാണ് കാണുന്നത്. പോയി കഴിയുമ്പോൾ വിക്രം പറയുന്നുണ്ട്, എന്തായാലും വാസവൻ എന്താ പറയാനുള്ളതെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വിക്രം ഇങ്ങനെ നിൽക്കുന്ന ഒരു സീനാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ദർശൻ വക്കീൽ നേരെ അങ്കിളിനെ കാണാൻ, അതായത് നമ്മുടെ വേദയുടെ അച്ഛനെ കാണാനായിട്ട് വേദ പറഞ്ഞിട്ട് നേരെ പോവുകയാണ്. അപ്പോൾ ചെന്നപ്പോൾ അദ്ദേഹം അവിടെ ഉണ്ട്. അദ്ദേഹം ഇച്ചിരി എന്തോ ഓഫീസ് കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് അവിടെ എന്തോ ചെയ്യുകയാണ്. അപ്പോൾ ദർശനെ കണ്ടപ്പോൾ ഇതാരാണ്, വരൂ ദർശൻ എന്ന് പറഞ്ഞിട്ട് എന്തോ അത്യാവശ്യ കാര്യം ഉണ്ടാവുമെന്ന് കരുതണു, ഇരിക്കുമെന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിൽ സംസാരിക്കുകയാണ്. അതായത് ദർശൻ ഡയറക്റ്റ് പറഞ്ഞില്ല, വേദ പറഞ്ഞിട്ടാണ് താൻ ഇവിടെ വരുന്നതെന്നും വിക്രമിൻ്റെ വീടിൻ്റെ കേസാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞ് തുടങ്ങുകയാണ്. അപ്പോൾ വേദ വിളിച്ചിരുന്നു നിൻ്റെ അടുത്ത് ഇവിടെ എന്ന് എൻ്റെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട്? ഇല്ലെങ്കിൽ അങ്ങനെയല്ല, ഞാൻ അറിഞ്ഞു, വേദയുടെ അടുത്ത് പറഞ്ഞായിരുന്നു, അപ്പോൾ അങ്കിളിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിച്ചു. ബാങ്ക് സംബന്ധിക്കുന്ന കാര്യങ്ങളിലൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് വേദയുടെ അച്ഛൻ പറയുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഇതെല്ലാം വാസവൻ്റെ കീഴിലുള്ള ബാങ്കാണ്, സഹകരണ ബാങ്ക്. നമുക്ക് ഇവർ കേസ് ജപ്തി വന്നതിന് ശേഷം പിന്നെ ലേലത്തിൽ വരുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും സ്യൂട്ട് കേസായിട്ട് അപ്ലൈ ചെയ്യാമെന്നൊക്കെ നമ്മുടെ വേദയുടെ അച്ഛൻ പറയുന്നുണ്ട്. അപ്പോൾ ദർശൻ പറയുന്നുണ്ട്, അല്ലെങ്കിലേ ഈ ജപ്തിക്ക് സംബന്ധിച്ച് അങ്കിളിന് എന്തെങ്കിലും ജപ്തി നടപടി അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് വെക്കാനുള്ള എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ?
അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഞാൻ അങ്ങനെ ഡയറക്റ്റ് ഞാൻ ചെയ്തില്ല, ഇതൊക്കെ ബാങ്ക് പരമായിട്ടുള്ള കാര്യങ്ങളല്ലേ. അത് കഴിഞ്ഞ് കോടതിയിൽ വന്ന് ലേലത്തിൽ വെക്കുന്ന സമയത്ത് വേണമെങ്കിൽ നമ്മുടെ സുധാകരനെ വേണമെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം, എന്ന് വെച്ചാൽ പൈസ വേണമെങ്കിൽ കൊടുക്കാം, അതും എന്നോട് വന്ന് ചോദിക്കണം എങ്കിൽ മാത്രം എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഏകദേശം നമുക്ക് ദർശനം മനസ്സിലായി അങ്കിള്, അതായത് വേദയുടെ അച്ഛൻ അങ്ങനെ ഒരു രീതിയിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യില്ല എന്ന്. എൻ്റെ വേദയുടെ അച്ഛൻ ദർശൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, വേദ നിന്നോട് ആവശ്യപ്പെട്ടായിരുന്നോ ഇങ്ങനെ വന്ന് എൻ്റെ അടുത്ത് പറയണം? ഇല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ഇതിൽ ചോദിച്ചെന്നേ ഉള്ളൂ, ഇതിനെതിരെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് കരുതി ഞാൻ ചോദിച്ചതാണ്. ഓക്കെ, എനിക്ക് എത്രയേ പറ്റത്തുള്ളൂ, ഇതിൽ കൂടുതലൊന്നും ഞാൻ ചെയ്യാൻ പറ്റത്തില്ല എന്ന് തീർത്ത് ഒറ്റ നിലപാടിൽ ജഡ്ജി അദ്ദേഹം നമ്മുടെ ദർശൻ്റെ അടുത്ത് പറഞ്ഞു. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ, ഞാൻ കുറച്ച് ബിസിയാണെന്ന് ഇങ്ങനെ ദർശൻ്റെ അടുത്ത് പറയാം. ഇല്ലെങ്കിൽ വേറെ പ്രശ്നം ഇതൊന്നുമില്ല, ഓക്കെ ശരി ആയിക്കോട്ടെ, ഞാനിതൊന്ന് അറിയാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് പ്രയാസമായെങ്കിലും ദർശൻ ശരി ഞങ്ങളെ പോവാണെന്ന് പറഞ്ഞിട്ട് ദർശൻ അവിടെ നിന്ന് ഇറങ്ങണം. എന്നിട്ട് ദർശൻ നേരെ തന്നെ വണ്ടി ഇരിക്കവേ വേദേനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, അതായത് ഈ സമയത്തായിട്ട് ഒന്നും ചെയ്യില്ല, ഇനി അഥവാ വേണമെങ്കിൽ ലേലത്തിലായിട്ട് വീട് വെക്കുന്ന സമയത്ത് സുധാകരൻ വന്ന് പറയുകയാണെങ്കിൽ ക്യാഷ് ഞാൻ കൊടുത്ത് സഹായിക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കത് കേട്ടപ്പോൾ വേദയ്ക്ക് ഒരു വല്ലാത്തൊരിത്, ഈ ഒരു സാഹചര്യത്തിൽ ഇനി അഭിമാനം കൂടെ വിൽക്കേണ്ട അവസ്ഥ വരില്ല, ഞങ്ങൾ അന്തസ്സോടുകൂടി അച്ഛൻ്റെ ഒപ്പം കൈപിടിച്ച് ഞാൻ ഇറങ്ങും തെരുവിലോട്ടെന്ന് വേദ പറഞ്ഞു എന്ന് പറയാനായിട്ട് ദർശനെ ഏൽപ്പിക്കുകയാണ്. അതായത് ഈ പറഞ്ഞ വേദയ്ക്ക് അത് കേട്ടപ്പോൾ ആകെ ഒരു വിഷമമായിപ്പോയി, അതായത് അച്ഛൻ അങ്ങനെ പറഞ്ഞല്ലോ, അതെ, അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ഒരിക്കലും അഭിമാനം കൊണ്ടൊന്നും പണയം വെക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് അച്ഛനൊന്ന് അറിയിച്ചേക്കാൻ പറഞ്ഞു. ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ അച്ഛനോടൊപ്പം, അതായത് വേദയുടെ വിക്രമിൻ്റെ അച്ഛനോടൊപ്പം ഞങ്ങളും തെരുവിലോട്ട് ഇറങ്ങും എന്ന് അച്ഛനോട് പറഞ്ഞേക്കാൻ ദർശനെ ഏൽപ്പിക്കുകയാണ് വേദ. അത്രയാണ് ആ കാണിക്കുന്ന ഒരു സീൻ അങ്ങനെയാണ്. അത് വേദയ്ക്കും വിഷമമായി, കാരണം അവളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് വേദ മാക്സിമം ഓരോ രീതിയിലും വേദ നോക്കുന്നുണ്ട്, പക്ഷെ അതിനൊന്നും കഴിയുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ മാഷിൻ്റെ വീടാണ്, അതായത് നമ്മുടെ വേദ കിച്ചണിൽ എന്തോ ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ സുധാകരൻ മാഷ് എവിടെയോ പോയിട്ട് തിരിച്ച് വരുന്ന സീനാണ്. വന്ന് ഫാനിട്ട് തളർന്ന് കുത്തി അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ വേദ നോക്കുന്നുണ്ട്. അപ്പോൾ ശ്രീജയും അകത്തുനിന്ന് വന്നിട്ട് അച്ഛൻ എന്താ ഇത്രയും ടയേർഡായിട്ട് ഇരിക്കുന്നു എന്നുള്ള രീതിയിൽ അവർ രണ്ടുപേരും ഒന്നും ചോദിച്ചില്ല, എന്നാലും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അച്ഛൻ. അദ്ദേഹം സുധാകരൻ മാഷ് അവിടെ ഇങ്ങനെ ഒരു ചെയറിൽ ഇങ്ങനെ ചാരിയിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ കമല കടന്നു വന്നത്. ആ മാഷ് എത്തിയോ, പോയിട്ട് ഇത്രയും നേരമായിട്ട് കണ്ടില്ലല്ലോ എന്ന് ഞാനിപ്പോൾ പറഞ്ഞേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. എന്തായി പോയ കാര്യം, വീട് കണ്ടോ? അപ്പോൾ സുധാകരൻ മാഷ് പറഞ്ഞു, ഇല്ല കാണേണ്ടി വന്നില്ല, അതിനു മുന്നേ അവർ വിളിച്ചു പറഞ്ഞു വീട് വാടകയ്ക്ക് കൊടുക്കുന്നില്ല എന്ന്. ഇനി ഈ ജില്ലയിലെ ഏത് വീട് നമ്മൾ നോക്കിയാലും അതെല്ലാം തടസ്സപ്പെടും, കാരണം വാസവൻ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇനി ഈ ജില്ലയിൽ താമസിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് മാഷ് പറയുന്നുണ്ട്. എൻ്റെ മാഷ് പറയുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യ് കമലേ, നമുക്ക് ഈ വീട് വിട്ട് ഇറങ്ങേണ്ടി വരുന്ന സമയത്ത് നീ കുറച്ച് വസ്ത്രങ്ങൾ മാത്രം എടുത്ത് കരുതിക്കൊള്ളുക. കാര്യം എന്തെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി ഒരു യാത്ര പോകാമെന്ന്. അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട്, എങ്ങോട്ടാണ് അച്ഛൻ പോകുന്നതെന്ന്. അറിയില്ല എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ അദ്ദേഹം ഫുള്ള് ഹൃദയം തകർന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണത്. പണ്ടുള്ളവർ പറഞ്ഞ് കേട്ടിട്ടില്ല, വയസ്സായി കഴിയുമ്പോൾ കാശിക്കും മറ്റു പോകാം, അങ്ങനെ പോകുമ്പോൾ പോകുന്ന മധ്യയാത്രാ വഴിയിൽ മരിച്ചാലും ആരും തിരക്കിയും വരില്ല, ബന്ധുക്കളാണെങ്കിലും അന്വേഷിക്കേണ്ടി വരില്ല, അങ്ങനെ ഒരു യാത്ര നമുക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. എല്ലാം സങ്കടം സഹിക്കാൻ വയ്യാണ്ട് പൊട്ടി ഹൃദയത്തിൽ നിന്ന് പറയുന്ന കാര്യങ്ങളാണ് അദ്ദേഹം. എൻ്റെ സുധാകരൻ മാഷി പറയുന്നുണ്ട് കമലയുടെ അടുത്ത്, നിനക്ക് പണ്ടറിയില്ല വിക്രമിൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരു സുഹൃത്ത് ജോഷി, അവനിപ്പോൾ UK ഒരു സൂപ്പർ മാർക്കറ്റ് നടത്തുകയാണ്, അവൻ്റെ വൈഫ് നേഴ്സാണ്. ഇന്ന് ഞാനിപ്പോൾ അവനെ കണ്ട്, അവനൊരു വീട് വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ അവനും ഈ വാസവൻ്റെയും ഇങ്ങനെയുള്ള കേസും കാര്യങ്ങളൊക്കെ എന്തോ അറിഞ്ഞു. എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, കടം വാങ്ങി കുളം തോണ്ടിയ മാഷിനെ എങ്ങനെയാണ് ഒരു രാഷ്ട്രപതിയിൽ നിന്നൊരു നല്ലൊരു അധ്യാപകനുള്ള അവാർഡ് കിട്ടിയതെന്ന് ചോദിച്ച് അവനൊന്ന് ഒരു കളിയാക്കുന്ന രീതിയിലുള്ളൊരു ചോദ്യം ചോദിച്ചു. എന്നിട്ട് ഇത് ഇവരെ മുമ്പിൽ ഹൃദയം പൊട്ടി കരഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്ന ഒരു സീനാണ്. എന്നിട്ട് അദ്ദേഹം തന്നെ ഇങ്ങനെ അട്ടഹസിച്ച് ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ മറ്റുള്ളവരിൽ നിന്നും ഇങ്ങനെ ഇത്രയും നാണം കെട്ട് സ്വന്തം കുടുംബവും പോയി, എല്ലാം തകർന്ന് മാനവും പോയി എന്നുള്ള രീതിയിൽ
ഹൃദയം തകർന്ന് പൊട്ടി നിൽക്കുന്ന ഒരു ചിരിച്ച ഒരു സീനാണ് ആ കാണിക്കുന്നത്. അദ്ദേഹം ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി പോകുന്നൊരു സീനാണ്. ഇത് കണ്ടിട്ട് കമലയ്ക്കും സഹിക്കാൻ പറ്റിയില്ല. രണ്ട് മക്കളായ നമ്മുടെ മരുമക്കളായ വേദയ്ക്കും ശ്രീജയ്ക്കും ഒട്ടും തന്നെ സഹിക്കാൻ പറ്റാത്തൊരു ശരിക്കും ഇമോഷണലായിട്ടുള്ളൊരു സീനാണ്. കാരണം വെച്ചാൽ നല്ല ഒറിജിനലി അദ്ദേഹത്തിൻ്റെ മനസ്സ് അത്രയും പൊട്ടി വിങ്ങിക്കൊണ്ട് പറയുന്ന കുറച്ച് സീനാണ് ആ കണ്ടത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ രാധയുടെ വീടാണ്. രാധ മൊബൈലിലൂടെ നമ്മുടെ ദർശൻ വക്കീലിനെ വിളിക്കുകയാണ്. വക്കീലെ, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഒരു വീട് തിരക്കി പോയിട്ട് അവർക്ക് വീടൊന്നും ആരും കൊടുക്കുന്നില്ല, വാസവനാണ് ഇതിൻ്റെ പിന്നിലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദർശൻ പറഞ്ഞു, ഞാൻ എനിക്ക് ചെയ്യാവുന്ന പറ്റുന്ന കാര്യങ്ങളൊക്കെ തിരക്കി നോക്കി, പക്ഷേ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല രാധേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും ഇതിനൊരു സൊല്യൂഷൻ, എന്തെങ്കിലും ഐഡിയ ആ വക്കീലിൻ്റെ മനസ്സിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരും. എനിക്കിതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. ഇതിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു. വേദ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ദർശൻ വക്കീൽ രാധയുടെ കോൾ അങ്ങ് കട്ട് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് രാധയുടെ അമ്മ അകത്തുനിന്ന് ഇറങ്ങി വരികയാണ്. എന്നിട്ട് ചോദിക്കണം, നീ ആരെയും വിളിക്കണേ? ആരെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് നീ നടക്കണം? അത് മാഷിൻ്റെയും കമലമ്മയുടെയും കാര്യത്തിന് വേണ്ടിയിട്ട്. അവർക്ക് ഇവിടെ വീടൊന്നും കിട്ടുന്നില്ല, ഈ വാസവം കിടന്ന് കളിക്കുന്നതുകൊണ്ട് ആരും പേടിച്ച് വീട് കൊടുക്കുന്നില്ല അമ്മയെന്ന് പറയുന്നുണ്ട്. അവർ കൊടുക്കുകയെ വീടെടുക്കുക എന്തെങ്കിലും ചെയ്തോളൂ. അവർക്ക് 3 തടിയും മക്കളുണ്ട്, അവർ നോക്കിക്കോളും, നീ അവരെ കാര്യത്തിൽ ഇടപെടേണ്ട. അമ്മ എന്താണ് ഈ പറയണത്? അവർ നമുക്ക് എന്തോരം ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാണ്, സ്കൂൾ ഫീസായിട്ടും ഓണക്കോടികളായിട്ടും എന്തോരം നമ്മൾ അവിടെ നിന്ന് ആക്കിയിട്ടുള്ളത്. അപ്പോൾ അതൊന്നും അമ്മ മറന്നാൽ എനിക്ക് മറക്കാൻ പറ്റില്ല എന്ന് രാധ ഇങ്ങനെ പറയുന്ന സീനാണ്. അവർക്ക് ആ കുടുംബത്തിനോട് കൂടുതലൊരു അറ്റാച്ച്മെൻറ്റ്, വിക്രമനോടുള്ള സ്നേഹം മാത്രമല്ല, അല്ലാണ്ടാണെങ്കിലും രാധയ്ക്ക് ആ കുടുംബത്തിനോടൊരു പ്രത്യേക ഒരു ബന്ധമുണ്ട്. അപ്പോൾ അതിനു വേണ്ടി നീ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. അവരെന്താണെന്ന് വെച്ചാൽ അവർ ചെയ്തോളൂ. നിന്നെ ആട്ടി ഇറക്കിയ വീട്ടിൽ നിന്ന് നീ ഇനി എന്താ ചെയ്യാൻ പോണം? ആട്ടി ഇറക്കിയെങ്കിൽ എൻ്റെ ഭാഗത്തും തെറ്റുണ്ടമ്മേ, അതുകൊണ്ടാണെന്ന് പറയുന്നു. ഒരു കാര്യം ചെയ്യും, വീട് കിട്ടിയില്ലെങ്കിൽ നീ അവരെ ഇങ്ങോട്ട് കൊണ്ടുപോവാ. ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളുടെ തെറിപ്പാട്ട് കേൾക്കേണ്ട ഗതികേട് അവർക്ക് എന്തായാലും ഇല്ല. അവർ സമ്മതിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇവിടെ കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട്. ഞാൻ എന്തായാലും ഒരു വീട് കിട്ടുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അമ്മയുടെ വാക്കുകളൊക്കെ ധിക്കരിച്ചുകൊണ്ട് രാധ പോകണം. അപ്പോൾ അമ്മ പുറകെ പറയുന്നുണ്ട്, എടി അവിടെ നിൽക്ക്, നീ ആവശ്യമില്ലാത്ത കേസിനൊന്നും ഇടപെടേണ്ട മോളെ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന രംഗമാണ് ഈ കാണുന്നത്. പിന്നീട് നമ്മുടെ മാഷിൻ്റെ വീടാണ് കാണിക്കുന്നത്. നമ്മൾ വിക്രം രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ വന്നിരിക്കുന്ന സമയമാണ്. അപ്പോൾ വേദ മാറി നിൽക്കുന്നുണ്ട്. ശ്രീജി അമ്മയും കൂടെയാണ് ഫുഡൊക്കെ എടുത്തു കൊടുക്കുന്നത്. അപ്പോൾ വിക്രം ചോദിക്കേണ്ടത്, ഇന്നും ചോറ് തന്നെയാണ് അമ്മ, ഗോതമ്പില്ലെന്ന് ചോദിക്കുക. അമ്മോനെ ഗോതമ്പ് തീർന്നിരിക്കുകയാണ്, നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്ന കമല പറയുന്നുണ്ട്. അപ്പം തന്നെ വിക്രമിൻ്റെ അച്ഛൻ വന്നിട്ട് പറയുന്നുണ്ട്, അയ്യോ ആ രാജാവിനോട്, ശ്രീനിവാസൻ മഹാരാജാവിൻ്റെ ശിഷ്യനായ രാജാവിനോട് അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും പറയില്ലേ എന്ന് പറഞ്ഞ് അച്ഛൻ കുറേ സങ്കടങ്ങൾ അങ്ങ് വിക്രമിനോട് പറയുകയാണ്. നീ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നും ഇനി എന്താണ് ഈ ജപ്തി നടപടിക്കും എതിരെ നിനക്ക് ചെയ്യാൻ പറ്റുന്നതെന്നും വിനായകൻ അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞതിൽ ഒരു ഷെയർ അവൻ തരാമെന്ന്. അപ്പോൾ വേണ്ട, മൊത്തത്തിൽ ഞാൻ തന്നെ എല്ലാം ഹാൻഡിൽ ചെയ്തോളാം എന്ന് പറഞ്ഞ് വലിയ ആളായി നിന്നതെല്ലാം നീ തന്നെയല്ലേ, ഇപ്പോൾ എന്തായി എന്ന് ചോദിച്ചു. എന്തായാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ വീട് ഇടിച്ച് നിരത്താൻ പോവുകയാണ്, നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കമല പറയുന്നുണ്ട്, അവൻ തന്നെയല്ലേ കറണ്ട് ശരിക്കുന്നത്, അവൻ വീടിൻ്റെ കാര്യത്തിന് അവൻ എന്തെങ്കിലും ചെയ്യുമെന്ന്, നീ മിണ്ടാതിരിക്കുക, എന്ത് ചെയ്യാനാ, ഇനി ഒന്നും ചെയ്യാനില്ല, തെരുവിലോട്ട് ഇറങ്ങുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആഹാരം കഴിക്കാൻ വേണ്ടി വന്നിരിക്കലല്ലാണ്ട് ഇവനെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഈ നാട്ടിലോ സമൂഹത്തിലോ നമുക്ക് പേരുദോഷം വരുത്തി വെക്കലല്ലാണ്ട് ഇവൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അപ്പോൾ വേദയും പറയുന്നുണ്ട്, അച്ഛൻ നമുക്ക് സമാധാനം കണ്ടെത്താം, വിക്രം ഇപ്പം എന്തായാലും ആഹാരം കഴിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കമല വേദയുടെ അടുത്ത് ദേഷ്യപ്പെടണ്ട, നീ ഇനി എരുതിയിൽ എണ്ണ ഒഴിക്കണ്ട. അപ്പോൾ മാഷ് കമലേനെ ദേഷ്യപ്പെടും, കാരണം നീയാ ഇപ്പോൾ എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്, ഇവനെല്ലാം വളം വെച്ച് കൊടുക്കുന്നതെല്ലാം നീ തന്നെയാണെന്ന് പറഞ്ഞ് മാഷ് ഒച്ചയെടുക്കുന്ന ഒരു സീനാണ് കണ്ടത്. അപ്പോൾ ഏകദേശം എല്ലാം, അതായത് മൊത്തത്തിൽ എല്ലാവരും തളർന്ന് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ വിക്രം എഴുന്നേറ്റ് അച്ഛൻ്റെ അടുത്ത് ഷൗട്ട് ചെയ്യുന്നുണ്ട്, ഞാൻ തന്നെയാണെങ്കിൽ ഞാൻ തന്നെ അതിന് പരിഹാരവും കണ്ടെത്തിക്കൊള്ളാം, നീ എങ്ങനെ ചെയ്യുമെന്നാണ് പറയുന്നത്. അങ്ങനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ നമ്മുടെ പവിത്രം സീരിയൽ ഏത് രീതിയിലാണ് കടന്നു പോകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതുവരെ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടവരൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്ന് വൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.